ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ഡിയോ വണ്ടി ജനറൽ സർവീസ് ആയിട്ട് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ജനറൽ സർവീസിൽ നമുക്ക് ജോബ് കാർഡ് രജിസ്റ്റർ ചെയ്യുന്ന കംപ്ലൈൻറ്റുകൾ പറയുന്നത് ജനറൽ സർവീസ് ചെയ്യുക, ബാക്ക് ബ്രേക്ക് കുറവുണ്ട്, കാർബറേറ്റർ ക്ലീനിങ്, എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുക, ഗിയർ ഓയിൽ ചെക്ക് ചെയ്യുക, ഫ്രണ്ട് കോൺസെപ്റ്റ് അടിക്കുന്ന പോലെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കി ഫ്രണ്ട് ഭാഗത്തുനിന്ന് നമുക്ക് 2 കംപ്ലയിൻസുകളുണ്ട്. അത് ചെറിയൊരു ഗട്ടർ ചാടിയാൽ പോലും ഫ്രണ്ട് ചെയ്തൊരു ഇളക്കം വന്നുണ്ട്. പിന്നെ അത് കൂടാതെ കൊണ്ട് നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഫ്രണ്ട് ബബ്ലിങ് കാണിക്കുന്നുണ്ട്. അതായത് വണ്ടി ഇച്ചിരി സ്പീഡിൽ പോയി കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഹാൻഡിൽ മേന്ന് ജസ്റ്റ് ഒന്ന് കൈ ഒന്ന് പതുക്കൊന്ന് റിലീസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ വെട്ടൽ കാണിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ ബാക്ക് ബ്രേക്കൊക്കെ കുറവായിട്ടാണ് കണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഓടിച്ച് നോക്കിയപ്പോൾ കിട്ടിയ കംപ്ലൈൻറ്റുകളതാണ്. പിന്നെ വൈബ്രേഷൻ സൗണ്ട് ഉണ്ടായിരുന്നു, ബാക്ക് സൈഡിൽ നിന്ന് വൈബ്രേഷൻ സൗണ്ട് ഉണ്ടായിരുന്നു, ടയറിൻ്റെ സൈഡിൽ നിന്ന് മൂളിച്ച സൗണ്ട് വരുന്നുണ്ടായിരുന്നു. ഇത്രയും കേസാണ് നമ്മൾ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് നമുക്ക് കിട്ടിയ കംപ്ലൈൻറ്റുകൾ. നമ്മൾ അതിന് ശേഷം വണ്ടി വർക്കിന് ഡീറ്റെയിൽ ആയിട്ട് ജനറലായിട്ട് സർവീസിന് ചെക്ക് ചെയ്യാൻ വേണ്ടി കയറ്റിയിട്ടുണ്ട്. അപ്പോൾ സർവീസിനോടനുബന്ധിച്ച് നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ മാക്സിമം അതിൻ്റെ ഉപയോഗിച്ച് കഴിഞ്ഞാണ്. കമ്പനി ലൈനറാണ് കിടക്കണേ, പക്ഷേ അത് പരമാവധി അതിൻ്റെ ഉപയോഗം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ ബാക്ക് വീലിലേക്ക് കണക്ഷൻ പറ്റുന്നത് ഈ ഒരു ആക്സിൽ ഉണ്ടല്ലോ, ഇതിൻ്റെ ബെയറിംഗ് ഓൾറെഡി കംപ്ലൈൻറ്റാണ്. ഇതിവിടെ നോക്കുമ്പോൾ അത് എത്ര ഷെയ്ക്ക് കാണിക്കുന്നുണ്ട്. വീഡിയോയിൽ കൃത്യമായിട്ട് കിട്ടുമെന്നറിയില്ല, അത് എത്ര ഷെയ്ക്ക് ഉണ്ട് കേട്ടോ. കാരണം ഞാൻ അത് അങ്ങനെ ഉള്ളപ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് എന്ത് പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് ബ്രേക്ക് ലൈനർ നമ്മൾ മാറ്റിയിട്ട് സെറ്റ് ചെയ്താൽ പോലും ബ്രേക്ക് ക്ലിയറായിട്ട് കിട്ടില്ല. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. തന്നെയല്ല നമുക്ക് പിന്നീട് അങ്ങോട്ട് പോകുന്നതോറും ആ കംപ്ലയിൻറ്റ്സ് കൂടുതൽ വരികയും ഈ ഭാഗത്ത് ഓയിൽ ലീക്ക് കാര്യങ്ങളൊക്കെ കാണിക്കുകയും ചെയ്യും. ഇപ്പോൾ ആരംഭമാണ്, നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം പ്ലേ കിട്ടുന്നുണ്ട്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ഭാഗത്തും നിന്ന് ചെക്ക് ചെയ്തുകൊണ്ട്. അപ്പോൾ നിലവിൽ ബാക്കിലത്തെ ഗിയർ വീലിൻ്റെ ബെയറിംഗ്, വീൽ ബെയറിംഗ് എന്ന് പറയാം, ആക്സിൽ ഷാഫ്റ്റ് ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് വരാം. അപ്പോൾ അത് ഓൾറെഡി കംപ്ലയിൻറ്റ് കാണിച്ചു കൊടുക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കൂടാണ്ട് നമ്മളതിൻ്റെ ബാക്ക് ടയറിൻ്റെ ഭാഗം ചെക്ക് ചെയ്തു. ടയർ നമുക്ക് ഇത് കട്ട കൂടിയ മോഡൽ ടയറാണ്. അതുകൊണ്ടാണ് ബാക്ക് സൈഡിൽ നിന്ന് നമുക്ക് മൂളിച്ച പോലത്തെ ഒരു സൗണ്ട് കാണിക്കാം. അതായത് ശരിക്കും പറഞ്ഞാൽ ഹൈവേയിലൊക്കെ ഓടുന്ന സമയത്ത് ബാക്ക് സൈഡിൽ നിന്ന് നമുക്ക് നോക്കുമ്പോൾ ടയറിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു മൂളിച്ച സൗണ്ട് വരുന്നുണ്ട്. നമുക്ക് വേറെ ഒന്നും ചെയ്യാല്ല, മാക്സിമം ടയർ ഉപയോഗിച്ച് തീർക്കാം. മാറ്റി ഇടുന്ന സമയത്ത് ഒരു കാരണവശാലും ഇങ്ങനത്തെ ടയർ ഇടാതിരിക്കുക. കമ്പനി മോഡൽ ടയർ വേണം നമുക്ക് യൂസ് ചെയ്യാനായിട്ട്. കമ്പനി മോഡൽ എന്ന് പറഞ്ഞാൽ ഡിസൈൻ പാറ്റേൺ വരുമ്പോൾ ഈ പാറ്റേൺ വേണം നമുക്ക് യൂസ് ചെയ്യാനായിട്ട്. അതിനെ സാപ്പർ മോഡൽ എന്ന് പറയാം. ആ മോഡൽ ഉപയോഗിച്ചാൽ മതി, കംപ്ലയിൻറ്റ്സ് ഉണ്ടാവില്ല. ഇപ്പോൾ തൽക്കാലം നമുക്കത് വേറെ ഒന്നും ചെയ്യേണ്ട, ഇതിൽ തന്നെ ഉപയോഗിക്കാം, പുതിയ ടയറാണല്ലോ. പിന്നെ അതുപോലെ നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ ക്ലച്ചിൻ്റെ ഭാഗത്ത് ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്റർ നമ്മൾ അഴിച്ച് നോക്കുന്ന സമയത്ത് ഫിൽറ്റർ പുതിയ ഫിൽറ്ററാണ്, പക്ഷേ കിടക്കുന്ന പാർട്സ് എന്ന് പറഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റാണ്. എയർ ഫിൽറ്ററിൻ്റെ ഒക്കെ പ്രോബ്ലം തരും. നമ്മൾ കറക്റ്റ് നല്ല കമ്പനി പ്രോഡക്റ്റ് ഉപയോഗിച്ചില്ലെങ്കിൽ, പാർട്സുകൾ ഉപയോഗിച്ചില്ലെങ്കിൽ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്കിത് എഞ്ചിൻ ഹെഡിനകത്തൊക്കെ ഒരുപാട് കരി കൂടുതൽ കയറാനായിട്ടൊരു കാരണമാവും. ഇത് ലോ ക്വാളിറ്റി പേപ്പറാണ് ഇതിനകത്ത് വരാം. നമുക്ക് ശരിക്കും പറഞ്ഞാൽ കമ്പനി പാർട്സ് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിന് വിസ്കസ് ടൈപ്പ് ഫിൽറ്റർ, ഇത് ശരിക്കും പേപ്പർ ടൈപ്പ് ഫിൽറ്ററാണ്. ആ മോഡലാണ് യൂസ് ചെയ്യേണ്ടത് ശരിക്കും കേട്ടോ. അപ്പോൾ തൽക്കാലം ഇത് പുതിയതാണ്, എന്നാൽ പോലും നമുക്കത് വേണമെങ്കിൽ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. മാറ്റണമെന്നില്ല. ഇപ്പം നെക്സ്റ്റ് സർവീസ്, അടുത്ത സർവീസുകളൊക്കെ കയറ്റുമ്പോൾ കൂടുതൽ പൊടി ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റിയിട്ടാലും മതി. ഇപ്പോൾ നമുക്ക് നേരടിച്ച് ക്ലീൻ ചെയ്തിട്ടാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. CVT ക്ലച്ചാണ്, നമുക്ക് മാനുവലായിട്ട് നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യേണ്ടതാണ്. ഓൾറെഡി നമുക്ക് ജനറൽ സർവീസിൽ ക്ലച്ച് ഗ്രീസിങ് ഉള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ അഴിച്ചാണ്. അപ്പോൾ അതിൻ്റെ എഞ്ചിൻ്റെ ഉള്ളിൽ വരുന്ന ക്ലച്ചിൻ്റെ ഭാഗത്ത് വരുന്ന ക്രാങ്ക് ഷാഫ്റ്റുമെന്ന് വരുന്ന ഈ ഓയിൽസിൽ ലീക്കേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഏകദേശം ഒരു 50-56 രൂപ നമുക്ക് അതിന് കോസ്റ്റ് വരണം. അപ്പോൾ അത് കൈയോടെ നമുക്കത് മാറ്റിയിടാം. ഈ ഭാഗത്തെയും അത്രയും കൂടെ പെർഫെക്റ്റ് അല്ല. അപ്പോൾ 2 ഓയിൽ സീലുകൾ മാറ്റിയിട്ട് നമുക്ക് ആ ഭാഗം ക്ലിയർ ചെയ്യാം. കാരണം നമുക്ക് ഈ സൈഡിലേക്ക് ഒരു കാരണവശാലും ഓയിൽ വരാൻ പാടില്ല. കാരണം ബെൽറ്റ് കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു കാരണവശാലും ഓയിൽ ഇപ്പുറത്തെ സൈഡ് വരാൻ പാടില്ല. അപ്പോൾ ഇതൊക്കെ ആരംഭമാണ്. അപ്പോൾ കൈയോടെ നമുക്കത് മാറ്റി കളയാം. കാരണം ഇന്നലെ നാളെ നമുക്കത് മാറ്റണം. അപ്പോൾ വലിയ പ്രോബ്ലം, വലിയ ലംബാവണേക്കാളും നമുക്കത് മാറ്റിയിടാനാണ് ഏറ്റവും സേഫ്. പിന്നെ നമ്മളതിൻ്റെ ബെൻഡെക്സിൻ്റെ ഭാഗത്ത് നമ്മൾ ചെക്ക് ചെയ്തു. ബെൻഡെക്സൊക്കെ വർക്ക് ചെയ്യുന്നത് കുഴപ്പമൊന്നുമില്ല, ക്ലിയറാണ്. വേരിയേറ്റ് ബോഡി, ബോസ് ഡ്രൈവ്, റോളർ, അതിൻ്റെയൊക്കെ നിലവിൽ നോർമൽ രീതിയിലുള്ള തേമാനങ്ങളൊക്കെ ഉള്ളൂ. പക്ഷേ നമുക്ക് അതിൻ്റെ ഈ ഒരു കവറിൻ്റെ ഒരു ബുഷാണ്, ഇത് പീസ് സ്ലൈഡ് എന്ന് തന്നെ പറയാം. ഇത് നല്ല രീതിയിൽ ഓവറായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയൊരു ഷെയ്ക്ക് ആ ഭാഗത്ത് കാണുന്നുണ്ട്. ഇത് നമുക്കൊന്ന് മാറ്റിയിടാം. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 100 രൂപ താഴെ 75 രൂപ അങ്ങനെ എന്താണ് അതിൻ്റെ റേറ്റ് വന്നിട്ട് കേട്ടോ. കറക്റ്റ് റേറ്റ് കൃത്യമായിട്ട് അറിയില്ല, ഏകദേശം അതാ വരാം. കാരണം വെച്ചാൽ ഇനി ഇത് കിടന്ന് ഓടുമ്പോൾ നമുക്ക് ഈ സൈഡ് പൊട്ടൽ വീഴാൻ സാധ്യതയുണ്ട്. പൊട്ടി കഴിയുമ്പോഴത്തേക്കും ഡയറക്റ്റ് മെറ്റൽ ടു മെറ്റൽ കോൺടാക്റ്റ് വരും. അപ്പോൾ കംപ്ലയിൻറ്റ്സ് കൂടുതലായിരിക്കും, പെട്ടെന്ന് ഡാമേജ് വരും ആ വീലൊക്കെ. പിന്നെ അതുപോലെ നമുക്ക് ബാക്കിലത്തെ ക്ലച്ച് പുള്ളിയുടെ ഭാഗമൊക്കെ നമ്മൾ അഴിച്ച് ഫുള്ളായിട്ടൊന്ന് ഗ്രീസ് ചെയ്യുന്നുണ്ട്. ക്ലച്ച് വെയിറ്റ് സെറ്റാണത്, കുഴപ്പമൊന്നുമില്ല, ഒന്ന് ക്ലീൻ ആക്കിയിട്ടാൽ മതി. അതേപോലെ തന്നെ ഇതിൻ്റെ ഈ പിന്നിമാണ് ക്ലച്ച് വെയിറ്റ് വരാം. അപ്പോൾ അതൊക്കെ ശരിക്കും നല്ല രീതിയിൽ തന്നെ ടൈറ്റ് ആയിരുന്നു കേട്ടോ. അതേപോലെ നമുക്ക് ഇതിൻ്റെ ഈ ഉള്ളിൽ വരുന്ന ഈ റബ്ബർ സെറ്റുകളും കൂടി കൂടുതൽ നമുക്കൊന്ന് മാറ്റിയിട്ടേക്കാം. ക്ലച്ച് കവറിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്. കിക്കർ വീലൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യാം. ക്ലച്ചിനകത്ത് വേറെ പറയത്തൊക്കെ മെയിനായിട്ട് ഇതൊക്കെയാണ്. പിന്നെ അത് കൂടാണ്ട് നമുക്ക് അതിൻ്റെ മേജറായിട്ടൊരു കംപ്ലയിൻറ്റ് ക്ലച്ചിൻ്റെ ഭാഗത്ത് നമുക്ക് തോന്നുന്നത് ഈ ബെൽറ്റാണ്. ബെൽറ്റിൻ്റെ ഭാഗം നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് പ്രത്യക്ഷത്തിൽ വേറെ പ്രോബ്ലം തോന്നുന്നില്ല. കമ്പനി ബെൽറ്റൊന്നുമല്ല, ഡ്യൂപ്ലിക്കേറ്റാണ്. ബാൻഡെന്ന് പറഞ്ഞാൽ ഇതിൻ്റെയാണ് കിടക്കുക. ഈ ഭാഗം നോക്കുമ്പോൾ നമുക്ക് വലിയ പ്രശ്നമില്ല. പക്ഷേ ഞാൻ അതിൻ്റെ മാർക്ക് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് ഇതിവിടെയൊക്കെ നല്ല രീതിയിൽ പൊട്ടി നിൽക്കുക. ഞാനിപ്പോൾ അത് കൃത്യമായിട്ട് നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു 100 പീസ് വെച്ചാൽ മാറും. ഈ ഭാഗം കണ്ടത്, ഈ സൈഡ് ശരിക്കും പൊട്ട് വീണിരിക്കുകയാണ്. ഇപ്പുറത്തൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ബെൽറ്റ് നമ്മൾ റിസ്ക് എടുക്കാൻ നിൽക്കണ്ട, ബെൽറ്റ് മാറ്റി പുതിയതിടാം. കാരണം അതല്ലാന്നുണ്ടെങ്കിൽ
ഏതെങ്കിലും ഒരു തലയ്ക്ക് എന്നിട്ട് ചെറിയൊരു കട്ട പൊളിഞ്ഞു പോയി കഴിഞ്ഞാൽ ബാക്കിയത് പെട്ടെന്ന് പോയി നമ്മൾ വഴിപ്പെട്ടു പോകുന്ന സിറ്റുവേഷൻ വരും. അതില്ലാതിരിക്കാനായിട്ട് ബെൽറ്റ് എന്തെങ്കിലും മാറ്റിയിട്ടാണ് കേട്ടോ. പിന്നെ നമുക്ക് കാർബറേറ്റർ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. കാർബറേറ്റർ ഫുള്ളായിട്ടൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാനുണ്ട്. അതിനകത്ത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് നോക്കുമ്പോൾ നമ്മുടെ പെട്രോൾ റിലേറ്റഡ് ആയിട്ട് വരുന്ന കംപ്ലയിൻസുകൾ, അതിൻ്റെ ഒരു റിയാക്ഷൻ, കെമിക്കൽ റിയാക്ഷനൊക്കെ ഇതിനകത്തുണ്ട്. നമുക്ക് ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാം. അതിനകത്ത് നമുക്ക് നോക്കുമ്പോൾ അതിൻ്റെ സ്ലോ ജെറ്റൊക്കെ ബ്ലോക്കാണ്. അതേപോലെ തന്നെ ഈ ഫ്ലോട്ട് വാൽവ് എന്ന് പറയും, ഓവർഫ്ലോ നീഡിൽ എന്നും പറയും, ഈ ഇരിക്കുന്ന ഐറ്റം അത് ചെറുതായിട്ട് അതിൻ്റെ ഉള്ളിൽ ടൈറ്റായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കാർബറേറ്റർ നല്ല രീതിയിൽ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം സ്ലോ ജെറ്റും ഫ്ലോട്ട് വാൽവും മാറ്റി റീസെറ്റ് ചെയ്യാം. അപ്പോൾ ഒരു പരിധി വരെ നമുക്ക് വലിയ പ്രശ്നങ്ങളില്ലാത്ത രീതിയിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഈ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു പ്രോബ്ലം കാണിച്ചു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് കംപ്ലയിൻസ് വന്നാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്നോളം മിസ്സിംഗ് ആയിട്ട് കാണിക്കാം, അതല്ലെങ്കിൽ പെട്രോൾ ഓവർഫ്ലോ വന്നിട്ട് നിൽക്കാതിരിക്കാം. ആ ഒരു പ്രോബ്ലമാണ് ഇനി അടുത്ത സ്റ്റേജിലേക്ക് വരാൻ പോകുന്നത്. കാരണം നമുക്കത് ക്ലീനർ ഉപയോഗിച്ച് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാം. ആദ്യത്തെ സ്റ്റെപ്പ് നിലയിൽ തന്നെ നമുക്ക് ഈ 2 ഐറ്റംസും മാറ്റിയിട്ട് റീസെറ്റ് ആക്കാം. അപ്പോൾ ആ പ്രോബ്ലം അതുമേ സോൾവ് ആവേണ്ടതാണ്. പിന്നെ ഉള്ളത് കേബിളുകളാണ്. ഐസൊലേറ്റർ കേബിളും ചോക്കിൻ്റെ കേബിളും. ഈ 2 കേബിളുകളും കംപ്ലൈൻ്റ് ആണ്. ചോക്ക് കേബിൾ കാഴ്ചയിൽ നമുക്ക് പുതിയതാണ്. ചോക്ക് കേബിൾ ഇവിടെ വലിക്കുന്ന സമയത്തുണ്ടല്ലോ, ഇവിടെ നമ്മൾ ചോക്ക് ഓപ്പറേറ്റ് ചെയ്താലും ഇവിടെ ഭാഗം പൊട്ടിയിട്ട് ടേപ്പ് വെച്ച് ഒട്ടിച്ച് വെച്ചേക്കാം. കാരണം കഴിഞ്ഞാൽ തൽക്കാലത്തേക്ക് ഒരു സൊല്യൂഷൻ വേണ്ടി ചെയ്തേക്കുന്നതാണ്. പക്ഷേ അത് നമുക്കൊരു പരിഹാര മാർഗ്ഗമല്ല, കേബിൾ മാറ്റിയിടാനാണ് പറ്റുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഐസൊലേറ്ററിൻ്റെ കേബിളായാലും ഇവിടെ നോക്കുമ്പോൾ ഈ കാർബറേറ്ററിന് പിടിക്കുന്ന മുകളിൽ വന്ന ഭാഗത്ത് ഇതേപോലെ ഈ രീതിയിലാണ് കാർബറേറ്ററിന് ഫിക്സ് ആയിട്ട് വരാം. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ ഉള്ളിൽ കുറേ എയർ അതിൻ്റെ ഉള്ളിലേക്ക് കയറി ചെല്ലും. തന്നെയല്ല നമുക്കത് കറക്റ്റ് ഫംഗ്ഷൻ വർക്കിംഗ് ആവില്ല. അപ്പോൾ അത് കൈയോടെ ഐസൊലേറ്റർ കേബിളും ചോക്കിൻ്റെ കേബിളും മാറ്റിയിടേണ്ടതാണ്. അത് വലിയ പഴക്കമില്ല, പക്ഷേ അത് ജെനുവിൻ പാർട്സുകളല്ലാതെ നമ്മൾ യൂസ് ചെയ്തതാണ്. അതാണ് മെയിനായിട്ടുള്ള പ്രോബ്ലം കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം ചെളി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വാട്ടർ സർവീസ് വേണ്ടി വേണമെങ്കിൽ ഈ രീതി തന്നെ ഒന്ന് വാഷ് ചെയ്തിട്ട് ക്ലിയർ ചെയ്യാവുന്നതാണ്. എൻ്റെ ഈ ഭാഗത്തൊക്കെ തുരുമ്പുണ്ട്, ഇവിടെയൊക്കെ ഉണ്ടോ തുരുമ്പിട്ട് ഇങ്ങനെ വിട്ടു പോകുന്ന സിറ്റുവേഷൻ. ആ വാട്ടർ സർവീസ് ചെയ്യുകയാണെങ്കിൽ തുരുമ്പ് എവിടെയെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ അത് നമുക്ക് കൈയോടെ പെയിൻറ്റ് ടച്ച് ചെയ്ത് പോകാനും പറ്റും കേട്ടോ. പിന്നെ അതുകൂടാതെ നമ്മളതിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ഹാൻഡിൽ ബെയറിങ്ങിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ട്. ചെറുതായിട്ട് ചെറിയ കട്ടർ ചാടിയാൽ പോലും ഷെയ്ക്ക് കാണിക്കുന്നതിൻ്റെ കാരണങ്ങളെന്ന് വെച്ചാൽ ഒന്ന് ഇതിൻ്റെ ബുഷ് സെറ്റുകൾ കംപ്ലയിൻ്റ് ആണ്. ലിങ്ക് ബുഷ് പോയി കിടക്കുന്നുണ്ട്. ഈ സൈഡ് ഇച്ചിരി കൂടുതലുണ്ട് പ്ലേ ഇതാണ്. ഈ സൈഡ് അത്രയില്ല, പക്ഷേ നമുക്കത് സെറ്റായിട്ടാണ് കിട്ടുള്ളൂ. ബുഷ് സെറ്റ് ഇത്രയും പ്ലേ കാണിക്കുന്നുണ്ട്. അപ്പോൾ ബുഷ് സെറ്റ് മാറ്റിയിടാം, ഈ ഗ്രീൻ ബുഷ് ഷോക്കിൻ്റെ ഈ ബുഷ് മാറ്റിയിടാം. അപ്പോഴാണ് ആ ഭാഗം ക്ലിയർ ആവുള്ളൂ. പിന്നെ അതിനേക്കാളും നമുക്ക് അതിൻ്റെ ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ്ങിന് പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി വരുമ്പോഴാണ് നമുക്ക് ആ ഗട്ടറിലൊക്കെ ചെറിയൊരു ഗട്ടർ ചാടിയ പോലും ഫ്രണ്ടിൻ്റെ ഭാഗത്ത് നല്ല രീതിയിൽ അടി തന്നെ. പിന്നെ ഫ്രണ്ട് പബ്ലിക്കിൻ്റെ കേസ് പറഞ്ഞിരുന്നു. ചെറിയൊരു കുറച്ച് നമ്മൾ ഏകദേശം ഒരു 40 കിലോമീറ്റർ സ്പീഡിലൊക്കെ പോയിട്ട് നമ്മൾ പതുക്കെ ഒന്ന് ജസ്റ്റ് ഹാൻഡിലെന്ന് പുറത്തുനിന്ന് ചെറുതായിട്ടൊന്ന് കൈ വിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി നല്ല രീതിയിൽ ഷിവറിങ് കാണിക്കാം. അത് ഈ ടയറുമായി റിലേറ്റഡ് ആയിട്ട് വന്ന കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ നമുക്ക് അതിന് ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ ടയർ മാറ്റിയാലാണ് നമുക്ക് ഒരു സൊല്യൂഷനുള്ളൂ. പക്ഷേ നമുക്കിത് ഉപയോഗിക്കാനുണ്ട് താൻ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പരമാവധി ഉപയോഗിക്കുക. അതിനുശേഷം തീരെ പറ്റാത്തൊരു കണ്ടീഷനിലേക്ക് എത്തിക്കുമ്പോൾ ടയർ മാറ്റിയിടാം. എന്നിട്ട് ഈ ടയർ വേണമെങ്കിൽ നമുക്ക് ബാക്കിലോട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർക്കാവുന്നുള്ളൂ. കാരണം ഫ്രണ്ടിലെയും ബാക്കിലെയും സെയിം അളവാണ് നമുക്ക് വരിക. 15 ഇഞ്ച് വീലാണ് ഫ്രണ്ടിലും വരുന്നത്, ബാക്കിലും വരുന്നത് 15 ഇഞ്ചിൻ്റെയാണ്. അപ്പോൾ നമുക്ക് റൊട്ടേഷനിലേക്ക് ചെയ്തിടാം. കാരണം അപ്പോൾ ശരിക്കും ബാക്കിൽ പുതിയ ടയർ കിടക്കണമെങ്കിൽ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ടയർ നേരെ ബാക്കിലേക്ക് ഇട്ടിട്ട് പുതിയ ടയർ മാറ്റുന്നുണ്ടെങ്കിൽ ആ ടയർ ഫ്രണ്ടിലിട്ടാൽ മതിയാകും. പക്ഷേ ബാക്കിൽ കിടക്കുന്ന ടയർ ഒരു ആവശ്യം ഫ്രണ്ടിലിടാൻ പറ്റില്ല. കാരണം അത് ബാക്കിൽ ലോഡായി കിടന്ന് ഓടണമുണ്ട്. ഫ്രണ്ടിലേക്ക് ഇട്ടാൽ നമുക്ക് അത്ര സക്സസ് അല്ല. ഹാൻഡിൽ ഒരുപാട് ബെൽ അനുഭവപ്പെടും. അപ്പോൾ ഫ്രണ്ട് ബബ്ലിങ്, അതായത് ചെറിയ വെട്ടൽ മാറണമെങ്കിൽ ടയറാണ്. അത് നോക്കിയിട്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്ക് അത് വലിയ മേജറായിട്ടുള്ള കംപ്ലയിൻറ്റിലേക്ക് വരും. നമുക്ക് ഓടിക്കാൻ പറ്റാത്തൊരു കണ്ടീഷൻ വരും. അപ്പോഴും നിലവിൽ നമ്മൾ നോക്കുമ്പോൾ ടയർ തീർന്നിട്ടുണ്ടാവില്ല. പക്ഷേ ടയർ മാറ്റണമെന്നില്ല. നമുക്ക് ടയർ റൊട്ടേഷൻ ചെയ്തിട്ടാൽ മതി. കാരണം രണ്ടും ഫ്രണ്ടും ബാക്കും സെയിം സൈസ് വരുന്ന വണ്ടികൾ ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് വെച്ചാൽ ബാക്ക് ടയറാണ് പെട്ടെന്ന് തീരുള്ളൂ. പക്ഷേ ഫ്രണ്ട് ടയർ നമുക്ക് ഉപയോഗിക്കാൻ ഉണ്ടതാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതിൽ എപ്പോൾ ഇടുമ്പോഴും പുതിയ ടയർ ഫ്രണ്ടിലേക്ക് യൂസ് ചെയ്യുക. ഫ്രണ്ടിൽ കിടക്കുന്ന ടയർ ആ ഡിസ്കേ പാർട്ടി അഴിച്ച് ബാക്കിലേക്ക് ഇടുക. അതാണ് ഏറ്റവും റൈറ്റ് മെത്തേഡ്. കാരണം എന്ന് വെച്ചാൽ മാക്സിമം നമുക്ക് കംഫർട്ടായിട്ട് ഓടിക്കാനും പറ്റും. പരമാവധി ഓടിച്ച് ടയർ ഉപയോഗിച്ച് തീർക്കാനും പറ്റും. അപ്പോൾ അത് ആ രീതിയിൽ ഉപയോഗിച്ചാൽ മതി കേട്ടോ. പിന്നെ അതേപോലെ നമ്മളതിൻ്റെ ബാറ്ററിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. ബാറ്ററി നമുക്ക് ഇന്നിരിക്കുന്നത് പവർ സോൺ എന്ന് പറഞ്ഞൊരു ബാറ്ററിയാണ്. ഞാൻ അതുകൂടി ഒന്ന് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽ കണ്ടീഷൻ കൂടി ഒന്ന് കാണിച്ചു തരാം. വോൾട്ട് നോക്കുമ്പോൾ 12.96 റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട്. ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് വിട്ടിട്ടുണ്ട്. ടെസ്റ്റിലേക്ക് വിടുമ്പോൾ നമുക്ക് അതിനകത്ത് അതിൻ്റെ വാല്യൂസായിട്ട് കാണിക്കുന്നത് ഓക്കെ ആയിട്ട് തന്നെയാണ്. വലിയ പഴക്കമില്ലാത്ത ബാറ്ററിയാണ്. അപ്പോൾ നമുക്കത് ഓക്കെ ആയിട്ട് തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ അത് കൂടാണ്ട് നമുക്ക് ഈ ഭാഗത്തേക്കും ഇതിൻ്റെ സെക്കൻഡറി ഫിൽറ്റർ സ്പോഞ്ച് ടൈപ്പാണ്. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അഴുക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ സെക്കൻഡറി ഫിൽറ്റർ നമുക്കൊന്ന് മാറ്റിയിട്ടാൽ കേട്ടോ. അതേപോലെ സ്പാർക്ക് പ്ലഗും ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. കാരണം എയർ ഫിൽറ്ററും പ്ലഗും കൂടി പുതിയ ഇടണ്ടേ. ഇതെനിക്ക് ആ കൂട്ടത്തിൽ മാറ്റിയിട്ടാണ്. ഇനി രണ്ടാമത് നമ്മൾ മാറ്റുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജെനുവിൻ പാർട്സ്, ഒറിജിനൽ പാർട്സ് ഇടാനായിട്ട് ശ്രദ്ധിക്കാം. എഞ്ചിൻ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്തു. നിലവിൽ ഒരല്പം ലെവൽ കുറവ് തോന്നുന്നുണ്ട്. എന്നാൽ ഓയിൽ വലിയ മോശമായിട്ട് തോന്നുന്നില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ടോപ്പ് അപ്പ് ചെയ്താലും മതി, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ഉൾപ്പെടുത്തി, അതായത് ഇപ്പോൾ ഡാമേജുള്ള പാർട്സുകളൊക്കെ ജസ്റ്റ് ഒന്ന് ഉൾപ്പെടുത്തിയിട്ട്
അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഒന്ന് തയ്യാറാക്കാം. എന്നിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് വീഡിയോസൊക്കെ അയച്ചു തരാം. അപ്പോൾ വീഡിയോ കാണാം, കണ്ടതിന് ശേഷം അതിൻ്റെ കംപ്ലയിൻസുകളൊക്കെ ഒന്ന് വിലയിരുത്താം. അപ്പോൾ ഞാൻ അത് ഇപ്പോൾ ഇത്രയും നമ്മൾ പറയുന്ന ഭാഗങ്ങൾ ക്ലിയർ ചെയ്യുകയാണെങ്കിൽ തന്നെ വണ്ടി ഓടിക്കാൻ കംഫർട്ടായിരിക്കും. പിന്നെ നമുക്ക് ആ ഫ്രണ്ട് വെട്ടൽ എന്തെങ്കിലും സ്വാഭാവികമായിട്ടും ടയർ മാറാണ്ട് മാറില്ല. അപ്പോൾ അത് പിന്നീട് അതിൽ മാറ്റിയിട്ട് കഴിഞ്ഞാൽ അത് റെഡി ആയിക്കോളും. ബാക്കിയൊക്കെ ഒരുവിധം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ട് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ട് വാട്സാപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ ഇട്ടേക്കാം. അതല്ലെങ്കിൽ വാട്സാപ്പിൽ നമ്മുടെ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്, അതിനകത്തേക്കൊന്ന് വിളിക്കണമെങ്കിൽ വിളിച്ചാലും മതി. ഓക്കെ, എന്തായാലും വൈകിട്ടത്തേക്ക് വണ്ടി കംപ്ലീറ്റ് ആവുള്ളൂ. ഞാൻ എസ്റ്റിമേറ്റിൽ ഈ ബെയറിംഗ് മാറ്റുന്ന അതടക്കമാണ് ഇടണം കേട്ടോ. കാരണം ബാഗിലത്തെ ഗിയർ ബോക്സിൻ്റെ ആണത് വരാം. ആ ബെയറിംഗ് പ്ലേയും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് ഇടണം. അത് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞാൽ മതി. ഓക്കെ.